ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഇടിച്ച മോരുണ്ടാക്കിയാലോ? നിങ്ങളെല്ലാവരും തന്നെ വീട്ടിൽ ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത്. റെസിപ്പി എന്നൊന്നും പറയാനില്ല, നമ്മൾ ചോറിനൊക്കെ വേണ്ടിയിട്ട് ഒഴിച്ചുകറിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ വേഗം തന്നെ ഒന്ന് കണ്ടു നോക്കൂ. നമുക്ക് ചോറിൽ ഒഴിച്ചുകറിയൊന്നും ഇല്ലാത്ത സമയത്ത് കഴിക്കാനായിട്ട് ഉണ്ടാക്കാവുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഇടിച്ച മോരിൻ്റെ റെസിപ്പി ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് നല്ല കട്ടി തൈര്, ഞാനിവിടെ 4 ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയുള്ളത് എടുക്കരുത്. അതുപോലെ തൈരിൻ്റെ അളവും നിങ്ങൾക്ക് എത്ര വേണം, നിങ്ങൾ എത്ര മെമ്പേഴ്സ് ഉണ്ട് അതനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ തിക്നെസ് ഒന്ന് കുറയ്ക്കാനാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടിച്ച് ചേർക്കാനായിട്ട് ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അധികം എരിവില്ലാത്തതായതുകൊണ്ടാണ് 3 എണ്ണം എടുത്തേക്കുന്നത്. നല്ല കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളി വേണം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല കല്ലുപ്പാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൊടിയുപ്പ്, പിങ്ക് സോൾട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചേർത്ത് നല്ലതുപോലെ ഇടികല്ലിലൊന്ന് ചതച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും അതുപോലെ വേപ്പിലയും എല്ലാം കൂടെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ തോലിനോട് കൂടിയായിട്ടുള്ള ഭാഗമാണ്. അധികം നീരുള്ള ഭാഗമൊന്നും വേണ്ട. അതല്ലെങ്കിൽ ചെറുനാരകത്തിൻ്റെ ഇലയായാലും മതി. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് നല്ലതുപോലെ, ആ തോലൊക്കെ ഉണ്ടല്ലോ, നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് ചേർക്കണം. അതായത് നീരല്ല അവിടെ ഇമ്പോർട്ടൻ്റ്, ആ ഒരു തോലുണ്ടല്ലോ അത് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് ഞെരടിയെടുക്കണം. അത് ഇതിലോട്ടിട്ട് കൊടുത്തു. ഇനി നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ചും കൂടി ലൂസ് ആക്കണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളിയാണ്. ഇതിൽ കുറച്ചധികം വെള്ളം ചേർത്ത് നമുക്ക് അടിപൊളി സംഭാരമായിട്ടും ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇടിച്ച മോര് ഇവിടെ റെഡി ആയിട്ടുണ്ട്.